73 സെന്റ് സ്ഥലവും കിടപ്പാടവും ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു അമ്മ. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിനി കമലയാണ് നീതി തേടി അലയുന്നത്. ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണ് ഈ 84-കാരി. രോഗക്കിടക്കയിൽ പോലും മകന്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാനാകാതെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. എന്നാൽ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് ഇവരുടെ അവസാനത്തെ ആഗ്രഹം. ഇതിനായി മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത ഓഫീസുകളുമില്ല. അധികാരികൾ ഇനിയും കണ്ണടച്ചിരിക്കരുത്. എനിക്ക് 84 വയസ്സായി. ഭർത്താവ് പട്ടാളക്കാരനായിരുന്നു. 1995 മരിച്ചു. 3 പെൺമക്കളും ഒരു മകനുമുണ്ട്. ഞാൻ 5 വർഷമായി ക്യാൻസർ ബാധിതയാണ്. ഗർഭാശയ ക്യാൻസർ കാരണം 50 റേഡിയേഷനും 5 കീമോയും നടത്തി. ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ പൂർണ്ണമായും കിടപ്പിലായി. മകനോ അവൻ്റെ ഭാര്യയോ നാളിതുവരെ എൻ്റെ ചികിത്സയ്ക്ക് പണം നൽകിയിട്ടില്ല. 3 പെൺമക്കളിൽ സർക്കാർ സർവീസിലുള്ളയാളുടെ സഹായവും എൻ്റെ പെൻഷൻ തുകയും കൊണ്ടാണ് ചികിത്സയുമായി മുന്നോട്ട് പോകുന്നത്. മകനും ഭാര്യയും കൂടി എൻ്റെ പേരിലുള്ള വീടും 73 സെന്റ് സ്ഥലവും വേണമെന്നാവശ്യപ്പെട്ട് എന്നെ പല പ്രാവശ്യം ദ്രോഹിച്ചു. ഈ കഴിഞ്ഞ ഡിസംബർ 27-ന് ഹോം നഴ്സിനെ വീട്ടിൽ നിന്നും പറഞ്ഞുവിട്ടു. എൻ്റെ സ്വർണം മകനും ഭാര്യയും ഊരിയെടുത്തു. പിന്നീട് ആധാരം ആവശ്യപ്പെട്ട് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു. ഡിസംബർ 31-ന് രാത്രി ഇക്കാര്യം ഞാൻ എൻ്റെ സഹോദരങ്ങളെ വിളിച്ചറിയിച്ചു. സഹോദരങ്ങളും മറ്റു മക്കളും എത്തി രണ്ടാമത്തെ മകളുടെ വീട്ടിലെത്തിച്ചു. ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എനിക്കിനി ഒരു അപേക്ഷയേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് പണിതു തന്ന സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണം. ായ ഈ അമ്മ വില്ലേജ് ഓഫീസർക്കും RDOയ്ക്കും നൽകിയ പരാതിയാണിത്. നേരത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. പിന്നീടാണ് നീതി തേടി അധികാരികളെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം പ്രശ്നത്തിൽ ഇടപെട്ട RDOയുടെ നിർദ്ദേശപ്രകാരം മൊഴി നൽകാൻ ആംബുലൻസിലാണ് മൂവാറ്റുപുഴയിലെ ഓഫീസിലെത്തിയത്. കമലമ്മയുടെ ആവലാതികളെല്ലാം RDO കേട്ടു. കൊടുത്തിട്ട് 1 മാസം മിച്ചം കഴിഞ്ഞു. എനിക്ക് ഇന്ന് അഭയം തന്നിട്ടില്ല ഇതുവരെ. ഇന്ന് ഞാൻ അപേക്ഷിച്ചു, സാറേ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എന്നെ അവിടെ ആക്കണം, അവനെ ഇറക്കി വിടണം, അവനെ കാണാൻ എനിക്ക് പേടിയാണ്. അവനെൻ്റെ കാലെ പിടിച്ച് വലിച്ച് കളിക്കും, കട്ടിലിട്ട് കൈ കൊണ്ടിരിക്കും, എൻ്റെ കട്ടേന്ന് പൊക്കിയിടും. ഞാൻ മടുത്തു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സഹിക്കാൻ പാടില്ല. ഞാൻ പെമക്കളെ വീട്ടിൽ വന്ന് കിടക്കുവാണ്. എനിക്ക് രോഗക്കിടക്കിയിലും ക്രൂരമായി ദ്രോഹിച്ച മകന്റെ കൂടെ താമസിക്കാൻ കമലമ്മയ്ക്ക് ഭയമാണ്. അവർ വീണ്ടും ഉപദ്രവിക്കുമോ എന്ന പേടി. മകന് വേറെ വീടുണ്ട്, 2 പേർക്കും നല്ല ജോലിയുമുണ്ട്. അതിനാൽ തന്നെ തൻ്റെ പേരിലുള്ള വീട് കമലമ്മയ്ക്ക് വിട്ടു നൽകണം. അവർ ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കട്ടെ.